ചേന്നമംഗലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാചകവാതക വിലവർദ്ധനവിനും പ്രതിസന്ധിക്കുമെതിരെ വടക്കുംപുറം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിത്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിന്റെ കാലത്ത് നമ്മളെ വീണ്ടും പുകയുന്ന അടുപ്പുകളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെ ഏറ്റവും കഷ്ടം നിറഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ നയത്തിനെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഗ്യാസ് പോയ ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മഹിളാ കോൺഗ്രസ് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജ സജീവ് അധ്യക്ഷയായി. ഇങ്ങനെ ഒരു പരിപാടി അടുപ്പ് കൂട്ടി സമരവുമായി നമ്മൾ മുന്നോട്ട് വന്നത് നമുക്കറിയാം. നമ്മളൊക്കെ അടുക്കളയിൽ പെരുമാറുന്ന വീട്ടമ്മമാരാണ്. ഒരു നേരം ഒരു ഗ്യാസ് നമുക്ക് ഇല്ലാതെയായിരിക്കുമ്പോൾ പാചകം ചെയ്യാനുള്ള ആ വിഷമം ഏറ്റവും അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹിളാ കോൺഗ്രസിൻ്റെ ഒരു മുന്നോടിയായി ഞങ്ങൾ ഈ അടുപ്പുകൂട്ടി പ്രതിഷേധം മോദി സർക്കാരിനെതിരെയായുള്ള വൻപൻ പ്രതിഷേധമാണെന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലും ഈ സാഹചര്യത്തിൽ നമുക്ക് കിട്ടാത്തൊരു തുള്ളി വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR സൈജൻ അധികാരത്തിൽ വന്നത് ഡീസലിനും പെട്രോളിയത്തിനും ഗ്യാസിനുമെല്ലാം വിലക്കുറക്കുമെന്നുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തിയത്. ഇന്ന് ആ അധികാരത്തിലേക്ക് എത്തിയ ആ മുദ്രാവാക്യങ്ങളെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഡീസലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം വിലവർദ്ധനവും മാത്രമല്ല ഗ്യാസിന് വരെ വിലവർദ്ധനവും, അതേപോലെ തന്നെ ഇന്ന് വീട്ടിൽ പാചകം ചെയ്യാൻ പോലും ഗ്യാസ് കിട്ടാത്ത ഒരു അവസ്ഥയുമായിട്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ. ഇപ്പോഴും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാചകവാതകം സുലഭമായി ജനങ്ങളിൽ എത്തുന്നുണ്ട് എന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പാചകവാതകം ആവശ്യത്തിന് ലഭ്യമല്ല എന്ന വസ്തുത നമുക്ക് മറച്ചുവെക്കാൻ ആകില്ല. പാചകവാതകം കിട്ടിയില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ചേന്നമംഗലം UDF കൺവീനർ ബെന്നി പുളിക്കൻ, ബ്ലോക്ക് മെമ്പർ മണി ടീച്ചർ, വാർഡ് മെമ്പർ VC അജീഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിൻസി സോളമൻ, മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ, അഗസ്റ്റിൻ ആലപ്പാട്ട്, സഹകരണ സംഘം പ്രസിഡന്റ് ജയപ്രകാശ്, KP ത്രേസ്യമ്മ, ഷൈജ ടീച്ചർ, ഷൈല ആനന്ദ് എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.